വിജയാഘോഷത്തിനിടെ പടക്കം പൊട്ടിച്ചെറിച്ചു, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വിരലറ്റു എന്നതാണ്. വി ഡി സതീശന്റെ ആഘോഷിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പട്ടണം സ്വദേശി സുധീഷിന്റെ ഇടത് കൈയുടെ വിരൽ അപകടത്തിൽ അറ്റുപോയി എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത വരുന്നത് വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും ആ ഒരു ബൂത്തില് എൽ ഡി എഫ് 100 വോട്ടിന് പിന്നിലെന്ന വാർത്ത വരുന്നുണ്ട്. NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബൂത്തിൽ NDAക്ക് 86 വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഇവർ വോട്ട് രേഖപ്പെടുത്തിയ കണിച്ചുകുളങ്ങര VHSS 7ാം ബൂത്തിലാണ്. വെള്ളാപ്പള്ളിയുടെ ബൂത്തിൽ പോലും LDFന് മുന്നേറാൻ കഴിഞ്ഞില്ല. ആ വെള്ളാപ്പള്ളിയെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നുള്ള ഒരു ചെറിയ മനംമാറ്റം ഉണ്ടായി. ഇന്നലെ പൂത്ത തകരെന്ന് പറഞ്ഞ വി ഡി സതീശൻ കൊള്ളാം എന്ന് വരെ പറയാൻ. അതെ അല്ല, വി ഡി സതീശനെതിരെ രംഗത്തിറങ്ങിയിട്ട് വി ഡി സതീശൻ പാട്ടും പാടി ജയിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ബൂത്തിൽ LDFന് ലീഡ് ഉണ്ടാക്കി നൽകാൻ കഴിഞ്ഞതുമില്ല. LDFന് അവിടെ തിരിച്ചടി നേരിടുകയും ചെയ്തു. അതെ, NDA കൺവീനറാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബൂത്തിൽ NDAക്ക് 86 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ എന്നൊക്കെയുള്ള വാർത്തയും വരുന്നുണ്ട്. ഏതായാലും പറവൂരിലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണിയുണ്ട്. ആൻമരിയ, നേരത്തെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വിരലറ്റു എന്ന വാർത്ത വന്നത്. വിജയാഘോഷം നടത്തുന്നതിനിടെ പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അനുജ, പലയിടത്തും ആഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു അപകടത്തിന്റെ വാർത്ത പറവൂരിൽ നിന്നും വരുന്നത്. അത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തില് അതായത് വി ഡി സതീശന്റെ വിജയാഘോഷത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് ഈ വി ഡി സതീശന്റെ വിജയം പ്രഖ്യാപിക്കുന്ന തൊട്ടു പിന്നാലെ പ്രവർത്തകരെല്ലാവരും മുനമ്പം കവലയിലോ ഒത്തുകൂടി. അതിനുശേഷമാണ് ഈ പടക്കം പൊട്ടിക്കൽ അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കുന്നത്. ഇതിനിടയിലാണ് പടക്കത്തിന്റെ പാളി പൊട്ടിക്കുന്നതിനിടയിൽ ഒരു പടക്കം ഇടത് കൈയിൽ ഇരുന്ന പടക്കത്തിലേക്ക് ഇതിന്റെ ഒരു തീ വീഴുകയും തുടർന്ന് പടക്കം പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് കൈവിരൽ അറ്റുപോയിരിക്കുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു വിരൽ അറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുജ, അൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വി ഡി സതീശന്റെ വിജയാഘോഷത്തിനിടെ പറവൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വിരലറ്റു. അത് പടക്കം പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹത്തിന്റെ വിരലറ്റു. പക്ഷേ ഈ പറവൂരിലെ പ്രവർത്തകർക്കൊക്കെ ഇരട്ടി ആവേശമായിരിക്കും. കാരണം മുഖ്യമന്ത്രി തങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാകുമോ എന്നൊക്കെയുള്ള ഒരു ആവേശം കൂടി അവർക്കുണ്ടാകാം. തീർച്ചയായിട്ടും അത് പരവൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ വളരെ സാമുദായിക നേതാക്കളുടെയൊക്കെ എതിർപ്പ് ഉണ്ടായിരുന്നപ്പോഴും ആ എതിർപ്പിനെയൊക്കെ മറികടന്ന് നേടിയ വിജയമാണ്, ഒരു തിളക്കമാർന്ന വിജയമാണ് വി ഡി സതീശന്റെ പറവൂരിലെ വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിനെതിരെ പ്രതികരണത്തിന് ശേഷം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ല, പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷം വന്നിട്ടില്ല അദ്ദേഹം. അതെ, കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ നിലപാട് മാറ്റം ഇതിന്റെ ഒരു സൂചന വെള്ളാപ്പള്ളി കാണിച്ചെങ്കിലും അതല്ല ഒരു പ്രധാനപ്പെട്ട ഘടകം. വെള്ളാപ്പള്ളിയെ പ്രീതിപ്പെടുത്താനോ വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കുന്നതിനോ വേണ്ടി വി ഡി സതീശൻ അങ്ങോട്ട് പോയിട്ടില്ല, കണിച്ചുകുളങ്ങര വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SNDPക്കൊക്കെ നിർണായകമായ സ്വാധീനമുള്ള NSSനും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പറവൂർ എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ആ മണ്ഡലത്തിലെ SNDP യോഗ അനുഭാവികളായിട്ടുള്ളവരും NSSന്റെ അനുഭാവികളായിട്ടുള്ളവരുമൊക്കെ ഭൂരിപക്ഷം പേരും വി ഡി സതീശനൊപ്പം നിന്നു എന്നാണ് ഈ റിസൾട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് ഒന്നും ഒരു സ്ഥാനവുമില്ല എന്ന അഭിപ്രായം പറയുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.